ശാസ്ത്രീയമായ രീതിയിൽ എന്നാൽ വളരെ വേഗത്തിൽ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇനി വെയിറ്റ് കുറയുന്നതിന് തന്നെ ഒരു മാസം ഹെൽത്തി ആയിട്ട് നോക്കിയാൽ എത്ര കിലോ വരെ വെയിറ്റ് കുറയ്ക്കാം. ഞാനൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കാലറി നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നും. പക്ഷേ വെയിറ്റ് ലോസിൻ്റെ മറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയായിരിക്കണം, അവിടെ ന്യൂട്രീഷൻ എങ്ങനെ നോക്കണം, എക്സസൈസ് എന്തായിരിക്കണം തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ. പഠനങ്ങൾ പലതും പറയുന്നത് ശരീരഭാരം കുറയ്ക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ ശരീരഭാരം തിരിച്ചു വരുന്നത് മാത്രമല്ല, പലരും അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നു. അതായത് നല്ലൊരു ശതമാനം വെയിറ്റ് ലോസ് പ്രോഗ്രാമുകളും സസ്റ്റൈനബിൾ അല്ല. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം, ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളുടെ സമൂഹം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ആണ് ഗ്ലോബേസിറ്റി. ഒരു 10 വർഷം മുമ്പ് ഗ്ലോബേസിറ്റി എന്നുള്ള വാക്ക് പുതുമയായിരുന്നു. ഇന്ന് എല്ലാവർക്കും അറിയാം ഗ്ലോബൽ ഒബേസിറ്റി. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ ശരീരം കാലറി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലോട്ട് കാലറി എത്തിച്ചേരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഭക്ഷണം വഴിയാണ്. കാലറി ഇൻ. നമ്മുടെ ശരീരം കാലറി ചിലവഴിക്കുന്നതിന് കാലറി ഔട്ട് എന്ന് പറയാം. നമ്മുടെ ശരീരം കാലറിയുടെ ഒരു ദിവസത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വെയിറ്റ് ലോസ് ജേണിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ്. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു കാലറി എക്സ്പെൻഡിച്ചർ ട്രയാങ്കിൾ അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. BMR എന്ന് പറയും. എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ്? നമ്മുടെ ശരീരം ഒരു റെസ്റ്റിംഗ് പീരീഡിൽ, അതായത് ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഹൃദയങ്ങളുടെ പ്രവർത്തനം, അവയവങ്ങളുടെ പ്രവർത്തനം, എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം എത്രയാണോ ആ ഊർജ്ജമാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ ജീവൻ നിലനിർത്താൻ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ ടോട്ടൽ കാലറിയുടെ ചിലവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 75% വരും ബേസൽ മെറ്റബോളിക് റേറ്റ്. ഉദാഹരണത്തിന് എൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് ഏകദേശം 1800 കാലറിയാണ്. നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരു വ്യക്തിയുടെ ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, ഈ 3 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൺവെൻഷനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ചില ഫോർമുലകളുണ്ട്. ആ ഫോർമുലയിൽ കൂടെ തന്നെ നമുക്കിത് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ ഈ വാല്യൂ കണ്ടുപിടിച്ചത് ശരിക്കും കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള അസസ്മെൻറ്റുകളിലാണ്. അവിടെ ഹൈറ്റും വെയ്റ്റും ഏജും മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എത്ര പേശികളുണ്ട്, എത്ര കൊഴുപ്പുണ്ട് എന്നുള്ള ഫാക്ടേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇതിന് ഞാൻ ഉപയോഗിച്ചത് ഇൻ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസസ്മെൻറ്റിലാണ്, ഒരു അസസ്മെൻറ്റ് ഡിവൈസിൽ കൂടെയാണ്. നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ബേസൽ മെറ്റബോളിക് റേറ്റ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് ഒരുപക്ഷെ ഒരു വെയിറ്റ് ലെസ് ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൊന്നാണ്. ഈ കാലറി എക്സ്പെൻഡിച്ചറിലെ രണ്ടാമത്തെ കമ്പോണൻറ്റ് നീറ്റ് എന്ന് പറയും. അതായത് നോൺ എക്സസൈസ്ഡ് ആക്ടിവിറ്റി തെർമോജെനസിസ് എന്നാണ് എൻ്റെ എക്സ്പാൻഷൻ. ഞാനും നിങ്ങളും ദൈനംദിനമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാറുണ്ട്, ഷോപ്പിങ്ങിന് പോകാറുണ്ട്, നടക്കാറുണ്ട്, സ്റ്റെയറുകൾ കയറാറുണ്ട്, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്, ഓഫീസിൽ നടക്കാറുണ്ട്. ഇതിൽ കൂടെ കുറച്ച് കാലറി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഒരുപക്ഷെ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ചലനങ്ങൾ ചെയ്യാറില്ലേ? ഉണ്ട്. ചിലർ കൈകൾ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും, ചില കാലുകൾ ആടിക്കൊണ്ടിരിക്കും, ഫിഡ്ജറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ ഡെയിലി സ്റ്റെപ്പ് കൗണ്ടിൽ കൂടെയും അതുപോലെ തന്നെ നമ്മളുടെ ഡെയിലി മൂവ്മെൻറ്റിൽ കൂടെയും ശരീര ചലനങ്ങൾ കൂടെയും ചെലവഴിക്കുന്ന ഊർജ്ജമാണ് രണ്ടാമത്തെ കമ്പോണൻറ്റ്, ബി കമ്പോണൻറ്റ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ കമ്പോണൻ്റാണ് വളരെ ഡിസൈൻഡായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ. എക്സസൈസ് എന്ന് വിചാരിക്കുന്നത് സ്പോർട്സ് ആവാം, ഗെയിംസ് ആവാം, ജോഗിങ് ആവാം, സ്വിമ്മിങ് ആവാം, എനി കൈൻഡ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒന്നാണ്. അതിൽ കൂടെയും കാലറി എക്സ്പെൻഡിച്ചർ ഉണ്ടോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്സസൈസിൽ കൂടി ഞാൻ ചിലവഴിക്കുന്ന കാലറി ഏകദേശം 400 മുതൽ 500 കാലറി വരും. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇന്ന് വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചിൽ കൂടെ ഒരു ദിവസത്തെ ആവറേജ് ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ ത്രൂ എക്സസൈസ് എനിക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് കണ്ടുപിടിച്ചു, അതോടൊപ്പം തന്നെ എക്സസൈസിൽ കൂടെയുള്ള കാലറി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചു. ഇനി വരുന്ന ലാസ്റ്റ് കമ്പോണൻറ്റ്, അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി, അത് സ്വാംശീകരിക്കാൻ വേണ്ടിയും ശരീരത്തിൽ ചെലവഴിക്കേണ്ടി വരുന്ന കാലറിയാണ്. നമ്മളതിനെ വിളിക്കുന്നത് തെർമോജനിക് ഇഫക്റ്റ് ഓഫ് ഫുഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കണക്കുകൾ നോക്കിയാൽ വളരെ രസകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു,
ബേസൽ മെറ്റബോളിക് റേറ്റ് ഏകദേശം 60 മുതൽ 75% വരെ വേരി ചെയ്യാം. എക്സസൈസ് 15 മുതൽ 30% വരെ വേരി ചെയ്യാം. ഭക്ഷണത്തിൽ ഏറെക്കുറെ മിക്ക ആൾക്കാരിലും ഒരു 10% ടോട്ടൽ കാലറി എക്സ്പെൻഡിച്ചറിൻ്റെ ഷെയർ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ നിങ്ങളുടെ കാലറി എക്സ്പെൻഡിച്ചർ കൂട്ടിയെടുക്കാൻ എളുപ്പമാണ്. A + B + C + D ഈക്വൽസ് നിങ്ങളുടെ ടോട്ടൽ കാലറി എക്സ്പെൻഡിച്ചർ. വെയ്റ്റ് ലോസ് ജേണി തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കണം. നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്ന ടോട്ടൽ കാലറി ഞാൻ ചിലവഴിക്കുന്ന കാലറിയേക്കാൾ കുറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, അപ്പോൾ ശരീരത്തിന് വേണ്ട ഈ എക്സ്ട്രാ കാലറി, നമ്മൾ ആ ഡെഫിസിറ്റ് ആയിട്ടുള്ള കാലറി ശരീരം എവിടെ നിന്ന് എടുക്കാം? സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ കാലറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കാരണം ശരീരത്തിലെ ഏറ്റവും വലിയ കാലറി സംഭരണശാല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കാലറി ഡെഫിസിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ ശരീരം ആ കാലറി മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പിൽ നിന്നാണ് എന്നുള്ളതാണ്. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരം എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ളൊരു ലീനിയർ ആൽഗരിതത്തിലല്ല വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് കൊഴുപ്പിൽ നിന്ന് തന്നെ ആകണമെന്നില്ല. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഇനി നമ്മളുടെ കാലറി എക്സ്പെൻഡിച്ചർ, ടോട്ടൽ ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും നോക്കാം. നമുക്ക് ആ ട്രയാങ്കിളിലേക്ക് തിരിച്ചു പോകാം. നോക്കിക്കഴിഞ്ഞാൽ 60 to 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ആണല്ലോ. നമുക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിലോ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും. ബേസൽ മെറ്റബോളിക് റേറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം, സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫാക്ട്സ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയ്റ്റ് അതുപോലെ തന്നെ ഏജ് വെച്ച് നോക്കിയാൽ 1600ഓളം ആണ് എൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് വരേണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്പെസിഫിക്കായിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൽ കൂടെ എൻ്റെ ശരീരഭാരത്തിൽ സ്കെൽട്ടൺ മസിൽ മാസ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അപ്രോക്സിമേറ്റ്ലി എൻ്റെ ശരീരഭാരത്തിൻ്റെ 50% അടുപ്പിച്ച് സ്കെൽട്ടൺ മസിൽസ് ബില്ല് എടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ എൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റിനെ 1853 കാലറി ആയിട്ട് വർദ്ധിക്കാൻ സാധിച്ചു. ഇറ്റ്സ് എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ കുറേ സമയമെടുത്തു, ഏകദേശം 1 വർഷത്തോളം സമയമെടുത്തു അതിന് ബില്ല് എടുക്കാൻ വേണ്ടിയിട്ട്. ഏത് വെയ്റ്റ് ലോസ് ജേണിയുടെയും ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ആഴ്ചയിൽ മിനിമം 3 ദിവസമെങ്കിലും ചെയ്യുന്ന മസിൽ സെൻട്രിക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾ തന്നെയാണ്. അത് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്തിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറുടെയോ അല്ലെങ്കിൽ അതുപോലെ കുറച്ചുകൂടി നല്ല എഫിഷ്യൻ്റായിട്ട് ഇത് ശീലമുള്ള ഒരു ടീമിൻ്റെ സപ്പോർട്ടോടുകൂടി ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ശരീരത്തിലെ മേജർ മസിൽ ഗ്രൂപ്പിനെയൊക്കെ തന്നെ ട്രെയിൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് വഴി സ്കെൽട്ടൺ മസിൽ മാസ് വർദ്ധിപ്പിക്കുക. സ്കെൽട്ടൺ മസിൽ മാസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ BMR-നെ സസ്റ്റൈനബിളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. കാലറി എക്സ്പെൻഡിച്ചർ കൂട്ടാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാർഗം ഡെഫിനറ്റ്ലി നമ്മളുടെ മറ്റ് എക്സസൈസുകളാണ്. അതായത് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയുള്ള കാർഡിയോ എക്സസൈസസ് നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. സോൺ 2 എക്സസൈസസ് ഒരു ആഴ്ചയിൽ 2-3 ദിവസം ഒരു 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഫാറ്റ് ബേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാർഡിയോ മെറ്റബോളിക് എക്സസൈസസ് ആണ്. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ വളരെ ചുളുവിൽ അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഏകദേശം എക്സസൈസിന് സമാനമായ രീതിയിൽ കാലറി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എളുപ്പമുള്ള മാർഗം ഒരു ദിവസം തന്നെ ഒരു 7000 മുതൽ 10000 അടിയിൽ കൂടുതൽ സ്റ്റെപ്പ് ഉണ്ടാകുന്ന ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 7K to 10K സ്റ്റെപ്സ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 250 to 300 കാലറീസ് അതിൽ കൂടെ തന്നെ ബേൺ ചെയ്യും. നോക്കിയാൽ ഏകദേശം എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു 60-70% കാലറി എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നടത്തത്തിലൂടെ കിട്ടുന്നുണ്ട്. അതിനെന്ത് മാർഗം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും? മേ ബി ഒരു ചെറിയ ചേഞ്ച് ഓഫ് ഡെയിലി റുട്ടീൻസ് മതി. ഇപ്പം ഞാൻ ചെയ്യുന്ന പല ടെക്നിക്സ് ഉണ്ട്. ഒന്ന് എൻ്റെ ക്ലിനിക്കിലെ സ്റ്റെയർ വെറുതെ ഒന്ന് നടന്നു കയറുക ഇടയ്ക്കിടയ്ക്ക്, മേ ബി ദിവസം ഒരു 3-4 തവണ. ഞാൻ ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് ഫോൺ വാക്കിംഗ് എന്ന് പറയും. അതായത് ഫോൺ വന്നാൽ ഞാൻ എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്, നടന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക, ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് നടക്കുക എന്നുള്ളത്. ഭക്ഷണത്തിന് ശേഷം മേ ബി ഒരു 5 to 10 മിനിറ്റ്സ്, മിനിമം 10 മിനിറ്റ്സ് നടക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കാലറി എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും. സോ അത്തരത്തിൽ മേ ബി നിങ്ങളുടെ ഒരു സ്മാർട്ട് വാച്ച് വഴി കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അസ്യൂം ചെയ്യായിരിക്കും. കൗണ്ട് ചെയ്തുകൊണ്ട് ഒരു 10K സ്റ്റെപ്സിന് മുകളിൽ നടക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും കാലറി എക്സ്പെൻഡിച്ചറിന് ആഡ് ചെയ്യും. അതുപോലെ ഹാർമണിയിലെ ക്ലയൻസിൽ പലർക്കും ഞങ്ങൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് എക്സസൈസ് സ്നാക്കിംഗ്. നമ്മളിതിനെക്കുറിച്ച് വളരെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം.
എക്സസൈസ് സ്നാക്കിംഗ് ഒരു ദിവസം ഒരു 4-5 തവണ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അതും നിങ്ങളുടെ കാലറി എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വലിയ വലിയ സാഹസങ്ങളൊന്നും കാണിക്കാതെ തന്നെ കണക്കുകളിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരഭാരത്തിനെ ശാസ്ത്രീയമായിട്ട് കുറയ്ക്കാനും അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ ഞാൻ ഈ സംസാരിച്ച സയൻറ്റിഫിക് ആസ്പെക്ട്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഹാർമണി കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൊരു വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാമാണ് വെയ്റ്റ് എക്സിറ്റ്. അതായത് എക്സിറ്റിംഗ് ഔട്ട് ഓഫ് യുവർ വെയ്റ്റ് ഗെയിൻ പ്രോബ്ലംസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേരിൻ്റെ ഒരു യുക്തി. നമ്മുടെ ശരീരം ചിലവഴിക്കുന്ന കാലറിയെക്കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്ര കാലറി പോകുന്നു എന്നുള്ളതാണ്. അവിടെയും ചില ചിട്ടകൾ, ചില പരിഷ്കാരങ്ങൾ, ചില അച്ചടക്കങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എനിക്കൊന്ന് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം കാലറി ഇന്നിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന്, ഡെഫിനറ്റ്ലി എത്ര കാലറി കയറുന്നു. 2, ഒരു ന്യൂട്രീഷൻ റിലേറ്റഡ് ആസ്പെക്റ്റ്. 3, ഭക്ഷണം കഴിക്കുന്ന സമയത്തെ സംബന്ധിച്ചാണ്. ഞാൻ ഇതിനെ എങ്ങനെ വിളിക്കും? കാലറി ട്രാക്കിംഗ്, ന്യൂട്രീഷൻ ട്രാക്കിംഗ്, ടൈം ട്രാക്കിംഗ്. എന്താണ് കാലറി ട്രാക്കിംഗ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ അതിലെ പല പോഷകങ്ങളിൽ കൂടെ എത്രമാത്രം കാലറി ഉള്ളിൽ ചെന്നു എന്നുള്ളതാണ്. ഈ ഒരു കാലത്ത് ഒരു 10-15 വർഷം മുമ്പൊക്കെ ഞങ്ങൾ ഹാർമണി തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ പല ക്ലയൻസിൻ്റെയും ഓരോ ദിവസത്തെയും ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്കുകൾ, അതുപോലെ തന്നെ അവർ കുടിക്കുന്ന പാനീയങ്ങൾ, ടീ, കോഫി, ഇതൊക്കെ എഴുതി വാങ്ങി വളരെ ടേബിളുകൾ നോക്കി കഷ്ടപ്പെട്ട് അവർ ഒരു ദിവസത്തെ കാലറി ഇൻടേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു സുവർണ്ണ കാലഘട്ടത്തിലാണ്. കാരണം ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ ആപ്പുകൾ അവൈലബിളാണ്. ഇൻഫാക്റ്റ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് AI എനേബിൾഡ് ആയിട്ട് ഇഷ്ടംപോലെ ആപ്പ് നമുക്ക് സ്റ്റോറുകളിൽ അവൈലബിളാണ്. നമുക്ക് അതിൽ കൂടെ ഒരു ദിവസത്തെ എത്ര കാലറി ഇൻടേക്ക് ഉണ്ടായെന്ന് കണ്ടുപിടിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ ഇതൊരു വലിയൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് MyFitnessPal അല്ലെങ്കിൽ ChatGPTക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലറി ഇൻടേക്കിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിനോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മളുടെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചൊരു ധാരണയായി എങ്കിൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഇൻടേക്കിന് ഏകദേശം ഒരു 300 കാലറിയുടെ എങ്കിലും ഒരു ഡെഫിസിറ്റ്, ഒരു കുറവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഒരു പക്ഷേ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് ഞാൻ പറയും. ഒരു എക്സ്ട്രീം അപ്രോച്ച്, ഒരു 500 കാലറിയോ 700 കാലറിയെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ഒരു 300 കാലറി ഡെഫിസിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരാഴ്ച ഒരു 250 ഗ്രാം മുതൽ 300 ഗ്രാമെങ്കിലും ശരീരഭാരത്തിൽ കുറവുണ്ടാകും. ഒരു മാസം 1 to 1.5 kg എങ്കിലും വെയ്റ്റ് ലോസ് ഉണ്ടാകും. അപ്പോൾ അത്രത്തോളം ടിഷ്യൂ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഈ ടിഷ്യൂ നഷ്ടപ്പെടുന്നത് ഡെഫിനറ്റ്ലി പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൽ നിന്ന് തന്നെ ആയിരിക്കണം. മസിൽ നഷ്ടപ്പെടാൻ നമുക്ക് പാടില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഇത്രയും ബുദ്ധിമുട്ടുള്ളതൊക്കെ ഒന്നാണോ ഈ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന പ്രോഗ്രാം? ഒരുപക്ഷെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാലും ഞാൻ ഒരു അനാലജി പറയാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു മാസത്തെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ഒരു ശീലമുണ്ട് എന്ന് വിചാരിക്കുക. എത്ര വരുമാനമുണ്ട്, എത്ര ചിലവുണ്ട്? വരുമാനവും ചിലവിനെക്കുറിച്ച് നല്ലൊരു ധാരണയുള്ള ഒരാൾക്ക് പിന്നെ സേവിങ്സ് ഉണ്ടാക്കാൻ, ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരുപക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പ്ലാൻ ചെയ്തതിൽ ഇത് നടന്നിട്ടില്ല. പക്ഷേ അത്തരമൊരു ആറ്റിറ്റ്യൂഡ്, അത്തരമൊരു കാഴ്ചപ്പാട് ഒരുപക്ഷെ നമ്മളുടെ പണം വിനിയോഗിക്കുന്ന കാര്യത്തിലും പണത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിലും മാറ്റമുണ്ടാക്കും. എന്നതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ കാലറി കൗണ്ട് ചെയ്യുന്നത്. അതായത് കാലറി എത്ര ഉള്ളിലേക്ക് വരുന്നു, കാലറി എത്ര ചിലവഴിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ആരോഗ്യത്തിലും ശരീരഭാരത്തിലും ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം അത്ര നല്ല പവർഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ അപ്രോച്ച് മാക്രോ ട്രാക്കിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഭക്ഷണത്തിലെ മാക്രോ ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ എത്ര കഴിക്കുന്നുണ്ടെന്ന് അറിയുക എന്നുള്ളതാണ്. ഒരു കൺവെൻഷണൽ ആയിട്ടുള്ളൊരു പരമ്പരാഗതമായിട്ട് നമ്മൾ ശീലിച്ച ഒരു ഡയറ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും റേഷ്യോ ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു 60-20-20. അതായത് 60% കാർബോഹൈഡ്രേറ്റ്, 20% ചിലപ്പോൾ അതിൽ കുറവോ പ്രോട്ടീൻ, 20% അതിൽ കൂടുതലോ ഫാറ്റ്. ഇതാണ് ഒരു സാമ്പ്രദായികമായിട്ടുള്ള നമ്മളുടെ ടിപ്പിക്കൽ ഡയറ്റ്. വെയ്റ്റ് ലോസ് ജേണിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ 60-20-20യെ നമ്മൾ 40-40-20 മാറും. അതായത് ഒരു ദിവസം ഒരു 40% മാത്രം
ടോട്ടൽ കഴിക്കുന്ന കാലറിയിൽ 40% മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റും 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോട്ടീൻ, 20% കൊഴുപ്പും എന്നുള്ളതാണ്. ഞാൻ പറയും ഇതൊരു വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഇതിനെ കാണാതെ ഞാൻ ഡെഫിനറ്റ്ലി ഇതിനെ കാണുന്നത് ഒരു 21ാം നൂറ്റാണ്ടിലെ ഭക്ഷണക്രമമായിട്ട് തന്നെയാണ് കാണുക. അതായത് ഇവിടെ ഏറ്റവും വലിയ ഷിഫ്റ്റ് വരുന്നത് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുന്നു, പ്രോട്ടീൻ ഇൻടേക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടുന്നു. നമ്മൾ പലപ്പോഴും ഈ ചാനലിൽ പല സന്ദർഭങ്ങളിൽ പല കോണ്ടെക്സ്റ്റുകളിൽ പല വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സയൻറ്റിഫിക് അപ്രോച്ച് ഫോർമുല 1 കിലോഗ്രാമിന് 1.6 to 2.2 ഗ്രാം, അതാണ് നമ്മുടെ കണക്ക്. അതായത് നമ്മളുടെ ഒരു ജനറൽ ബോഡി വെയ്റ്റ്, ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ്, ബോഡി കോമ്പസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് മിനിമം 100 ഗ്രാം പ്രോട്ടീനെങ്കിലും ആവശ്യമാണ്. വേണമെങ്കിൽ അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. കുറച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്ന ഭാഷ ഇതാണ്: 30-30-30. അതായത് ബ്രേക്ക്ഫാസ്റ്റ് 30 ഗ്രാം, ലഞ്ച് 30 ഗ്രാം, ഡിന്നർ 30 ഗ്രാം. ഇത് വളരെ ക്രിട്ടിക്കലാണ്. കാരണം പല ആൾക്കാരും കാണിക്കുന്ന ഒരു വിഷയം, കാലറി കുറയ്ക്കാൻ വേണ്ടി നല്ല അളവിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കും. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുമ്പോൾ കാലറി കുറയുന്നുണ്ട്, ശരീരഭാരവും കുറയുന്നുണ്ടോ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം എങ്ങനെ കുറയുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാറില്ല, പഠിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. പല ആൾക്കാരിലും ശരീരഭാരം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ശരീരത്തിലെ കാലറിക്ക് വേണ്ടി ശരീരം തിന്നുന്നത് നിങ്ങളുടെ ശരീരത്തിലെ പേശികളെയാണ്. യുവർ ബോഡി സ്റ്റാർട്ട്സ് ഈറ്റിംഗ് യുവർ മസിൽസ്. നമുക്ക് മസിൽസ് ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ മാക്രോ ട്രാക്കിംഗ് ചെയ്യേണ്ട പോഷക വസ്തു പ്രോട്ടീനാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി, ഭക്ഷണത്തിലുള്ള കാലറി ഇൻടേക്ക് നോക്കി, കാലറി എക്സ്പെൻഡിച്ചറൊക്കെ നോക്കി, പക്ഷേ കാര്യമായ വ്യത്യാസമൊന്നും എൻ്റെ ശരീരത്തിൽ അത് ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ ശരീരത്തിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ ലോ ഓഫ് തെർമോഡൈനാമിക്സ് പരാജയപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിലെ ഒരു ബയോളജിയിലാണ് തെർമോഡൈനാമിക്സ് ലോ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ശരീരത്തിന് ബയോളജിയെയും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഒരു ക്ലാസിക് എക്സാമ്പിൾ, നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് ഹോർമോൺ നിങ്ങളുടെ മെറ്റബോളിസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണുകളിലൊന്നാണ്, ഗ്രന്ഥികളൊന്നാണ്. ഒരുപാട് ആൾക്കാർക്ക് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം, അതായത് TSH, T3, T4 ഒന്നും വലിയ വേരിയേഷൻസ് ഉണ്ടാവില്ല, പക്ഷേ അവരുടെ തൈറോയ്ഡ് കുറച്ച് സ്ലഗിഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ BMR വളരെ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ കാലറി ഔട്ടോടെ വർക്ക് ചെയ്യില്ല, തൈറോയ്ഡ് ഫങ്ഷൻസിനെ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില ആൾക്കാർക്ക് കാര്യമായി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പോതൈറോയിഡിസം പോലുള്ള ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലറി ഇൻ കാലറി ഔട്ട് എന്ന് പറയുന്ന തെർമോഡൈനാമിക് ലോ ചിലപ്പോൾ ഒരു ബയോളജിയിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷൻസ്. പല കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരുപാട് മാർക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് HSCRP, അതുപോലെ തന്നെ ഹോമോസിസ്റ്റിൻ ലെവൽസ്, FOB ലെവൽസ്, എലിവേറ്റഡ് ESR ലെവൽസ്, അതുപോലെ തന്നെ ഫെറിറ്റിൻ ലെവൽസ്. പല കാരണം കൊണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിവേ, ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ കാലറി എക്സ്പെൻഡിച്ചറിനെ പ്രതിരോധമായിട്ട് നിൽക്കുന്ന ഇൻഫ്ലമേറ്ററി ആസ്പെക്ട്സിനെ കണ്ടെത്തി ക്ലിയർ ചെയ്യാതെ ഒരുപക്ഷെ നിങ്ങൾക്കൊരു വെയിറ്റ് ലോസ് ജേണി സാധിച്ചു എന്ന് വരില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് നമ്മളുടെയൊക്കെ സ്ലീപ്പ്. എനിക്കറിയുന്ന പല ആൾക്കാർക്കും അവരുടെ സ്ലീപ്പ് മെട്രിക്സ്, അവരുടെ സ്ലീപ്പ് കമ്പോണൻസ് ഒന്നും വളരെ ഹെൽത്തി അല്ല. ചില ആൾക്കാർക്ക് സ്നോറിങ്ങും സ്ലീപ്പ് ആപ്നിയും ഉണ്ടാവും. അതുമൂലം വെയിറ്റ് ലോസ് ജേണിക്ക് തടസ്സം ഉണ്ടാവാം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ആസ്പെക്ട്സും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ആ വ്യക്തിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് മെറ്റബോളിക് അഡാപ്റ്റേഷൻ എന്ന് പറയും. എന്താണ് ഈ മെറ്റബോളിക് അഡാപ്റ്റേഷൻ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 300 മുതൽ 500 കാലറി ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മാസം ഒരു 1.5 കിലോഗ്രാം വരെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാം എന്ന് നമ്മൾ പറഞ്ഞു നിയമപ്രകാരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ശരീരഭാരം കുറഞ്ഞ് അദ്ദേഹം ഇല്ലാതാകുമോ? അദ്ദേഹം ഇല്ലാതാകില്ല. കാരണം ശരീരം അതിനെ തടസ്സപ്പെടുത്തും. ഇതിനെയാണ് മെറ്റബോളിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരഭാരം കുറയുമ്പോൾ നമ്മുടെ BMR കുറയും.
ശരീരത്തിലെ BMR കുറയുന്ന അനുസരിച്ചിട്ട് തന്നെ ശരീരം മറ്റ് ഘടകങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. ഉദാഹരണത്തിന് നിങ്ങളുടെ നോൺ എക്സസൈസ് എക്സസൈസ് മൂവ്മെൻറ്റുകളൊക്കെ തന്നെയുള്ള കാലറി എക്സ്പെൻഡിച്ചറിന് ശരീരം ഒരു ഹോമിയോസ്റ്റേസിസ് അപ്രോച്ച് എടുക്കുന്നുണ്ടാവും. കാരണം ശരീരത്തിന് അത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾ ഒരുപക്ഷെ ശീലമല്ല എന്ന് വരും. പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നതും ഇതുപോലത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെറ്റബോളിക് അഡാപ്റ്റേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക, ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് കാലറി ഇൻടേക്കിനെയും കാലറി എക്സ്പെൻഡിച്ചറിനെയും അതുപോലെ എക്സസൈസിനെയൊക്കെ മോഡിഫൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഭയത്തോടു കൂടിയോ ഒരു ഷോർട്ട് ടേം ആയിട്ട് ചെയ്യേണ്ട ഒന്നല്ല. അതൊരു ഗൗരവമുള്ളൊരു ആരോഗ്യ പ്രശ്നമായിട്ട് കണ്ടു തന്നെ, ഒരു കോസ്മെറ്റിക് പ്രശ്നമായിട്ടല്ല കാണേണ്ടത്, അതൊരു ആരോഗ്യപരമായ പ്രശ്നമായിട്ട് കണ്ടു തന്നെ, അല്ലെങ്കിൽ ഒരു ആരോഗ്യ ലക്ഷ്യമായിട്ട് കണ്ടു തന്നെ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോങ് ടേമിൽ തിരിച്ചു വരാത്ത രീതിയിൽ ഉള്ള ഒരു എൻജോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട നല്ല ഒരു ഹെൽത്ത് ജേണി ആയിരിക്കണം വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത്.